ഒരു പ്രഭാതവും കൂടെ ദൈവത്തിൻ്റെ വചനവുമായി നമുക്കിങ്ങനെ കൂടുവാൻ സഹായിച്ചതിനായിട്ട് നന്ദി പറയാം ദൈവത്തോട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. ഇന്നലെ പ്രഭാതത്തിലെ സന്ദേശം നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ കർത്താവിൽ പ്രതീക്ഷിക്കട്ടെ. ഇല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് കേൾക്കണം. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കണമെങ്കിൽ, പ്രാപിക്കണമെങ്കിൽ അതിനൊരു ഫോർമാറ്റുണ്ട്, അതിനൊരു സ്റ്റൈലുണ്ട്, ഒരു സ്റ്റാൻഡേർഡ്. നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ATM കൗണ്ടറിൽ പോവുകയാണെങ്കിൽ അവരുടെ കാർഡ് അതിൽ വെക്കണം. അപ്പോൾ അവിടെ എഴുതി കാണിക്കും കാർഡ് അങ്ങനെയല്ല വെക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ആ പിന്ന്, അതിൻ്റെ ആ സിം ടച്ച് ആകുന്നത് പോലെ വെക്കണം. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ വീണ്ടും പറയും നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ആവശ്യം. അങ്ങനെ 1-2 കാര്യങ്ങൾ അവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ എഴുതി കാണിക്കും. അതനുസരിച്ച് കട്ടയിൽ ഞെക്കുമ്പോൾ നമുക്ക് പൈസ കിട്ടാനുള്ള കാര്യം വരും. അപ്പോൾ പറയുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ പൈസ എത്രയാണെന്ന് എഴുതാൻ പറയും. എഴുതി കഴിയുമ്പോൾ പറയും വെയിറ്റ് ചെയ്യാൻ. ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ ഒരൊച്ച കേൾക്കാം, പൈസ ഇറങ്ങി വരും. നമ്മുടെ നാടും പുരോഗമിച്ചു. പൈസ കൊണ്ടു നടക്കണ്ട. എല്ലായിടത്തും എല്ലാ ബാങ്കിൻ്റെയും ATM ഉണ്ട്. പക്ഷെ അതിനൊരു ഫോർമാറ്റുണ്ട്, അതിനൊരു ഒരു സിസ്റ്റമുണ്ട്. അത് നമ്മൾ അനുസരിക്കാതെ പറ്റില്ല. ചില അമ്മച്ചിമാരോട് അത് പറയുമ്പോൾ അവർക്ക് ദേഷ്യം. നമ്മുടേതാണെന്നറിയാൻ പാടില്ല, നമ്മുടെ കാർഡ് അങ്ങോട്ട് വെക്കുമ്പോൾ പൈസ ഇഞ്ഞ് തന്നാൽ പോരെ. സഹോദരിമാരൊക്കെ പറഞ്ഞു കൊടുത്താൽ അവരങ്ങ് ദേഷ്യപ്പെടും. മിഷന്റെ അടുത്ത് ദേഷ്യം കൊണ്ട് കാര്യമില്ല. സമാധാനമായിട്ട് അനുസരിച്ച് ചെയ്താൽ പൈസ. ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ പാലിക്കേണ്ട കാര്യം കണ്ടോ? ഫുൾ ഓഫ് മൈ ഹാർട്ട്, ഞാൻ എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ. ഇവിടെ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണത്. അതിങ്ങനെയാണ്, പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവൻ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. സ്തോത്രം. അപ്പോ ഇങ്ങനെ നിയമം ചെയ്യണമെന്നേ, നമ്മളിൽ തന്നെ നിയമം ചെയ്യണം. നമ്മൾ നമ്മുടെ ജീവിത പാർട്ട്ണറോട്, ജീവിത പങ്കാളിയോടത് പങ്കുവയ്ക്കണം. നമ്മുടെ മക്കളോടത് പങ്കുവയ്ക്കണം. നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളത് പങ്കുവയ്ക്കണം. നിങ്ങൾ ദൈവത്തെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ, ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, പൂർണ്ണ ഹൃദയത്തോടെ അല്ലെങ്കിൽ
അത് വർക്ക് ചെയ്യില്ല. അതിൻ്റെ സിസ്റ്റമാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒന്നുകൂടെ വായിക്കുകയാണ്. പിന്നെ അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ അന്വേഷിച്ചു കൊള്ളാമെന്നും ചെറിയവനോ വലിയവനോ പുരുഷനോ സ്ത്രീയോ ആരായാലും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കാത്തവർ മരണശിക്ഷ അനുഭവിക്കണമെന്നും ഒരു നിയമം ചെയ്തു. നമുക്കും ഒരു നിയമം ചെയ്യാം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുന്നത്, ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പാടുന്നത്, പ്രസംഗിക്കുന്നത് പൂർണ്ണതയുള്ളതായിരിക്കും, പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.